തെരഞ്ഞെടുപ്പ് ഫലം വന്നു. ഞെട്ടലിലാണ് CPM. മറ്റൊന്നുമല്ല, പാർട്ടി കോട്ടകൾ ഒട്ടാകെ ഒലിച്ചുപോയി. അവർ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പോലും വലിയ പരാജയം സംഭവിക്കുകയാണ്. പ്രത്യേകിച്ച് കണ്ണൂർ പോലെ ഒരിക്കലും പാർട്ടി തകരില്ല, പാർട്ടി സ്ഥാനാർത്ഥികൾ പരാജയപ്പെടില്ല എന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് 49,000 വോട്ടുകൾക്കൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച തളിപ്പറമ്പ് പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെ പാർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങി UDF പിന്തുണയോട് മത്സരിച്ച വിമതരൊക്കെ ജയിച്ചു കയറുകയാണ്. പയ്യന്നൂരൊക്കെ ഉറച്ച കോട്ടയാണ്. പയ്യന്നൂരിൽ ഒറ്റയ്ക്ക് പോരാടി ജയിച്ച കുഞ്ഞികൃഷ്ണനൊക്കെ പാർട്ടിയുടെ തകർച്ചയുടെ പ്രതീകമായി നിൽക്കുന്ന പശ്ചാത്തലമാണ്. ഇതിനിപ്പോൾ എങ്ങനെ എല്ലാ പരാജയങ്ങളും കഴിയുമ്പോൾ ഞങ്ങൾ ഇഴകീറി പരിശോധിക്കും എന്നുള്ള വിലയിരുത്തൽ അല്ല, അത്തരത്തിലുള്ള മറുപടിയാണ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവുക. പാർട്ടി വോട്ടുകൾ UDFിലേക്ക് ഒഴുകി പ്രാദേശിക നേതാക്കൾ പോലും CPMനെ വോട്ട് ചെയ്തില്ല. തളിപ്പറമ്പ്, പയ്യന്നൂർ എന്നീ സ്ഥലങ്ങളിൽ വലിയ ഞെട്ടൽ ഉണ്ടാകുന്ന പശ്ചാത്തലമുണ്ടായി. ഉദുമയിലും തൃക്കരിപ്പൂരിലുമൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യം. തോൽവിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ തലതെറിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. 3 പാർട്ടികൾ മാത്രമാണ് ഇടതുമുന്നണിയിൽ ജയിച്ചത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട. MLA-മാരുള്ളത് 3 പാർട്ടികൾക്ക് മാത്രമാണ്. CPM-ഉം CPI-യും RJD-യും. കേരള കോൺഗ്രസ് എമ്മും SJD-യും NCP-യും കേരള കോൺഗ്രസ് B-യും INL-ഉം സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു. അതും വലിയ നാണക്കേടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ധർമ്മടത്ത് പിണറായി വിജയൻ്റെ ഭൂരിപക്ഷം പകുതിയിൽ താഴെയായി കുറഞ്ഞത് വലിയ നാണക്കേടായി മാറുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുണ്, ഇതിപ്പോൾ എത്ര പറഞ്ഞാലും എന്തൊക്കെ ക്യാപ്സ്യൂളിൽ ഇറക്കിയാലും ജനങ്ങളോട് വിശദീകരിക്കാൻ പറ്റാത്ത ഒരു പരാജയം സംശയമില്ല. അതിന് പലവിധ കാരണങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം മുതൽ ഇങ്ങോട്ട് ഒരു കണക്കെടുത്താൽ ഏറ്റവും ഒടുവിൽ പത്തനംതിട്ടയിൽ വീട്ടിൽ പോയി ചോദിക്ക് എന്ന് പാർട്ടി പ്രവർത്തകരോട് പറയുന്ന മുഖ്യമന്ത്രിയെ വരെ ജനം തള്ളിക്കളയുകയാണ്. യഥാർത്ഥത്തിൽ CPM ഇതിനെ കാണുന്നത് ഒരു ഭരണവിരുദ്ധ വികാരമായാണോ അതോ പിണറായി വിരുദ്ധ വികാരമായാണോ? രണ്ടും ഉണ്ടാകും. കാരണം ഭരണവിരുദ്ധ വികാരത്തിന് അപ്പുറത്തേക്ക് CPM-നോടും മുഖ്യമന്ത്രിയോടുമുള്ള കടുത്ത അതൃപ്തി, CPM-ന്റെ നേതൃത്വത്തിനോടും മുഖ്യമന്ത്രിയുടെ ശൈലിയോടും ഭരണത്തോടുമുള്ള കടുത്ത അതൃപ്തി ജനങ്ങൾ വോട്ടെടുപ്പിലൂടെ തിരിച്ചടിച്ചു എന്ന് തന്നെയാണ് CPM-ന്റെ പ്രാഥമിക വിലയിരുത്തൽ. സംസ്ഥാന നേതൃത്വം സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം എന്ത് വിലയിരുത്തലിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ നേതാക്കളുടെ ആദ്യ പ്രതികരണങ്ങളിലൊക്കെ ഇത് കേവലം UDF-ന്റെ സാമുദായിക സമവാക്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച മാറ്റമോ അല്ലെങ്കിൽ സാമുദായിക ശക്തികളെ ഒരുമിച്ച് നിർത്താൻ നടത്തിയ നീക്കമോ എന്നതിനപ്പുറത്തേക്ക് കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടുണ്ട്. അതിനൊപ്പം CPM വിരുദ്ധ വികാരമുണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ശൈലിയോടുള്ള കടുത്ത എതിർപ്പുണ്ടായിട്ടുണ്ട്. പാർട്ടി നേതാക്കളുടെ ധാർഷ്ട്യത്തിന്റെ ഭരണത്തിലിരിക്കുന്നവരുടെ തെറ്റായ നിലപാടുകൾക്കൊക്കെയുള്ള തിരിച്ചടിയായി തന്നെയാണ് ഈ പ്രാഥമിക ഘട്ടത്തിൽ CPM നേതൃത്വം ഇതിനെ കാണുന്നത്, പ്രവർത്തകർ കാണുന്നത്. എങ്ങനെയാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തുന്ന കാര്യത്തിൽ ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ആദ്യ വാർത്താക്കുറിപ്പിൽ പരാജയം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വാർത്താക്കുറിപ്പ്, പരാജയത്തിന്റെ കാരണങ്ങളിലേക്ക് വിശദമായ ചർച്ച ഉണ്ടാകുമെന്ന ഒരു നിലപാടാണ് ആദ്യഘട്ടത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പ്. അപ്രതീക്ഷിതമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് അവർ പറയുന്നത്. പരാജയത്തെ അംഗീകരിക്കുന്നു, വന്ന പോരായ്മകൾ തിരുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്നാണ് CPM ആദ്യ പ്രതികരണത്തിലൂടെ പറഞ്ഞത്. നാളെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത്. വളരെ വിശദമായ ചർച്ചകൾ ഉണ്ടാകും. അതിനുശേഷം സംസ്ഥാന സമിതി യോഗം ചേരും. അതിലും ചർച്ചകൾ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്തേക്ക് 11 മണിയോടുകൂടി എത്തുന്നുണ്ട്. നാളെ അദ്ദേഹത്തിന് വാർത്താ സമ്മേളനത്തിന് സാധ്യതയുണ്ട്. അങ്ങനെ വിശദമായ ചർച്ചകളിലേക്ക് CPM കടക്കുകയാണ്. സാധാരണഗതിയിലുള്ളതിനപ്പുറത്തേക്കുള്ള ഒരു പരിശോധനയും തെറ്റേറ്റു പറയലും ഉണ്ടാകുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. കേവലം UDF-ന്റെ പ്രചരണത്തിന്റെ മാത്രം ഒരു ഫലമായി തെരഞ്ഞെടുപ്പിനെ CPM കാണില്ല എന്ന പ്രാഥമിക സൂചനയാണ് പുറത്തു വരുന്നത്. കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. കടുത്ത CPM വിരുദ്ധ നിലപാട് ജനങ്ങൾക്കുണ്ടായിരുന്നു. ആ നിലപാടിലേക്ക് ജനങ്ങളെ CPM നേതൃത്വവും ഭരണത്തിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരും ചേർന്ന് എത്തിച്ചു എന്നൊരു പൊതുവികാരമാണ് ഇപ്പോൾ CPM കേന്ദ്രങ്ങളിലുള്ളത്. അതാണ് സാഹചര്യം. ഒപ്പം ഈ പ്രതിപക്ഷ നേതാവ് ആര് എന്ന ചോദ്യത്തിലും ഉത്തരം CPM പറയണമല്ലോ അരുൺ. അത് അത്ര എളുപ്പമല്ല. കാരണം ഒരുപിടി നേതാക്കൾ തോറ്റുപോയി, അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നവർ. പിണറായി വിജയൻ തന്നെ ആ സ്ഥാനം ഏറ്റെടുക്കുമോ? നാളത്തെ വാർത്താ സമ്മേളനം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ളതാണ്. 2 ദിവസം തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന 2 ദിവസം മുൻപ് തന്നെ തിരുവനന്തപുരം വിട്ട ആളാണ് പിണറായി വിജയൻ. ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ പ്രതിപക്ഷ നേതാവായി MLA ആയി തുടരും. പാർട്ടിയെ ഇനിയും നയിക്കാൻ താൻ ഉണ്ടാകും എന്നുള്ള സൂചനകൾ ഉണ്ടാകുമോ അതോ മറ്റെന്തെങ്കിലും അദ്ദേഹം കാത്തുവച്ചിട്ടുണ്ടോ ജനങ്ങളോട് പറയാൻ?
രഞ്ജിത്ത്, ഈ പ്രതിപക്ഷ നേതാവ് തിരഞ്ഞെടുക്കൽ ഇടതുമുന്നണിക്ക് താരതമ്യേന എളുപ്പമാകും. കാരണം അത്രയ്ക്കൊന്നും പേരുകാർ പ്രതിപക്ഷ നേതാവാകാൻ വരിഞ്ഞിരിക്കാൻ CPM-ലെ വിജയിച്ചു വന്നിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിണറായി വിജയൻ ആകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അദ്ദേഹം ഒരുപക്ഷെ ഈ പ്രതിപക്ഷ നേതാവ് ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹം വന്നേക്കില്ല എന്ന് കരുതുന്നവരാണ് CPM-ലേറെയും. അല്ലെങ്കിൽ ഈ ഇത്ര വലിയ പരാജയത്തിന് കാരണക്കാരനായ പിണറായി തന്നെ ഒരു തിരിച്ചുവരവിന് കൂടി വഴിയൊരുക്കാൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്ന ആഗ്രഹിക്കുന്നവരും ഉണ്ട്. പക്ഷെ അത് അത്തരം ആഗ്രഹമുള്ളവർ ചുരുക്കമെന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ. അങ്ങനെ വന്നാൽ KN ബാലഗോപാൽ മാത്രമാണ് മറ്റൊരു പേര് CPM-നും ഇടതുമുന്നണിക്കും മുന്നിലുള്ളത്. അത്തരത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗമോ അല്ലെങ്കിൽ അത്തരം നേതാക്കൾ മറ്റാരുമില്ല. പിണറായി പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരണ്ട തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ CPM പിണറായി വേണ്ട എന്ന് തീരുമാനിച്ചാൽ, ഇത് രണ്ടുണ്ടായാലും പകരം KN ബാലഗോപാൽ എന്ന പേരിലേക്കാകും കാര്യങ്ങൾ പോവുക. പിണറായി എങ്കിൽ ഒരു MLA മാത്രമായി തുടരാനാണ് സാധ്യത. അദ്ദേഹം ഒരുപക്ഷെ ഇത്ര സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരുപക്ഷെ പിൻവാങ്ങി നിൽക്കാനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാനാകില്ല. കാരണം അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പരാജയമാണ് ഉണ്ടായത്. ഏറ്റവും അവസാനം വരെയും വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച നേതാവ് പിണറായി വിജയനാണ്. പിണറായിയുടെ ഒരു വിശ്വാസമായിരുന്നു മറ്റു നേതാക്കൾക്കൊക്കെ തുടർഭരണത്തിൽ അത്രയധികം പ്രതീക്ഷ നൽകാൻ കാരണം. പക്ഷേ അതെല്ലാം തീർത്തും തെറ്റായി പോയിരിക്കുന്നു. പിണറായിയുടെ ബോധ്യങ്ങൾ, പിണറായിയുടെ വിശ്വാസമൊക്കെ തീർത്തും തെറ്റായെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചിരിക്കുന്നു. അതീവ ഏറ്റവും ശക്തമായ ഒരു പരാജയത്തിലേക്ക് ഇടതുമുന്നണിയെ വലിച്ചെറിഞ്ഞു എന്ന് തന്നെ കരുതാം. അതുകൊണ്ട് പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം കൂടി ഏറ്റെടുത്തേക്കില്ല എന്ന് കരുതുന്നവരാണ് CPM-ൽ ഇടതുമുന്നണിയിലും ഏറെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.